പറയുന്നത്. അതായത് അഴിമതി വിരുദ്ധമായ ഒരു ഡൽഹിയെ കെട്ടിപ്പടുക്കാൻ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതേ കെജ്രിവാളിനെ അഴിമതി കേസിൽ കൊടുക്കുമ്പോൾ അത് ഡൽഹി ജനതയ്ക്ക് എത്രത്തോളം ചർച്ചയിലേക്ക് വരുന്ന, അവരെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണോ ഇത് കിരൺ? സ്വാഭാവികമായും അഭിലാഷ്, ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കണക്കൂട്ടലുകളിലൊക്കെ സാധാരണ ജനങ്ങൾ തെറ്റിക്കാറുണ്ട്. ഡൽഹിയിലൊക്കെ പണ്ട് പെൺകുട്ടിയെ രാത്രി ബസ്സിൽ ബലാത്സംഗം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ സമരമൊക്കെ അങ്ങനെയാണ്. പെട്ടെന്ന് അങ്ങനെ ഡൽഹിയിലെ ചെറുപ്പക്കാർ, ഒരിക്കലും ഒരു സമരത്തിലും പങ്കെടുത്തിട്ടില്ലാത്ത ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ വന്നു നിന്ന് ഡൽഹിയിലെ രാജ്പഥിൽ തന്നെ വന്നു നിന്നുകൊണ്ട് അവിടെ സമരം ചെയ്യുക, അല്ലെങ്കിൽ വലിയ ജനക്കൂട്ടം ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ചെറുപ്പക്കാർ ആവേശത്തോടുകൂടി ഓഫീസ് വിട്ടൊക്കെയാണ്, IT കാർ വരെയാണ് വന്ന് ചെറുപ്പക്കാർ സമരം ചെയ്യുന്നത്. വിദ്യാർത്ഥികൾ മാത്രമല്ല, അങ്ങനെ എല്ലാ തുറയിലുള്ള ആളുകൾ, സാധാ തൊഴിലാളികൾ അവർക്കൊപ്പം ചേരുന്നു. അങ്ങനെ അത്തരം ഒരു സമരമൊന്നും അന്ന് ഒരിക്കലും UPA കണ്ടിരുന്നില്ല. UPയുടെ ആകെ പതനത്തിലും കോൺഗ്രസിന്റെ ആകെ പതനത്തിലും ഒക്കെ വഴിതെളിച്ചതാണ്. ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, മനീഷ് സിസോദിയെ അറസ്റ്റ്. ഇപ്പോൾ പലരും ചോദിക്കാണ്ട് 9 തവണ അദ്ദേഹത്തിന് സമൻസ് നൽകിയില്ലേ, എന്നിട്ടെന്താൽ അദ്ദേഹം ഹാജരാവാതെ എന്ന്, അദ്ദേഹത്തിന് നിയമം ബാധകമല്ലേ എന്ന്. ഇതേപോലെ നിയമം ബാധകമായ ആളായിരുന്ന അവിടുത്തെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ തന്നെ കഴിയുന്ന അവസ്ഥയാണുള്ളത്. ഇത് കെജ്രിവാളിന് കൃത്യമായിട്ട് അറിയാം. താൻ ഹാജരായാൽ ഏത് സമയവും അറസ്റ്റിലേക്ക് പോകും എന്നതുകൊണ്ടും ആ കേസ് ഏതെങ്കിലും കാലത്ത് വിചാരണ ചെയ്തൊന്നും ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല. കെജ്രിവാൾ അകത്തായി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ആം ആദ്മി പാർട്ടി എന്നുള്ളത് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവിനെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. ആ വ്യക്തി അകത്ത് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അകത്ത് നിന്ന് ഭരിക്കും എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ള വലിയ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിന് ഈ ഒരുപാട് ആളുകളെ കാണണം, ഒരുപാട് വിഷയങ്ങൾ. ഒരു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഒരു ദിവസം മിനിമം 50-100 വിഷയങ്ങളിലെങ്കിലും സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഇതിനെല്ലാം തീരുമാനമെടുക്കണമെങ്കിൽ പലപ്പോഴും അദ്ദേഹത്തിന് സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കാൻ പറ്റത്തില്ല. അവരായ പല ആളുകളുമായി ബന്ധപ്പെടേണ്ടി വരും. അവരുമായി സംസാരിച്ചും വിഷയങ്ങൾ ചർച്ച ചെയ്തുമൊക്കെ തീരുമാനമെടുക്കാൻ കഴിയും. ആ തരത്തിലേക്ക് ഡൽഹി ഭരണം കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ള വലിയ ആശങ്ക. ഇത് തെരഞ്ഞെടുപ്പ് വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ വലിയ പ്രത്യേകത, കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ എതിർപ്പുകളും, ഈ കേസ് പോലും കോൺഗ്രസ് ആണ് പരാതി നൽകിയെന്ന് ആലോചിക്കണം, ആ എതിർപ്പെല്ലാം മാറ്റിവെച്ച് ഒരുമിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ചിലപ്പോൾ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. അത് ഒരു ഘടകം BJPക്ക്. അതിനുശേഷം ഈ ജനുവരിയിലാണ്, 2024 ജനുവരിയിലാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. കെജ്രിവാളാണ് മുന്നിൽ നയിക്കുന്നതെങ്കിൽ കെജ്രിവാളിന്റെ പ്രതിച്ഛായയെ തകർക്കുക. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിച്ഛായ എന്താണ്? അഴിമതി വിരുദ്ധ പോരാളി എന്ന പ്രതിച്ഛായ. ആ പ്രതിച്ഛായ തകർക്കാതെ അദ്ദേഹത്തെയോ ആം ആദ്മി പാർട്ടിക്കോ തകർക്കാൻ കഴിയില്ല. പ്രധാനമായും നമുക്ക് അതിന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ ഈ അറസ്റ്റിന് പിന്നിലെയും ഈ കേസിന് പിന്നിലെയും ഒരു പ്രധാന രാഷ്ട്രീയ ലക്ഷ്യം, അതിന് പിന്നിലെ വസ്തുതകൾ എന്തെന്നുള്ളതല്ല, രാഷ്ട്രീയ ലക്ഷ്യം ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. ശരി, ഈ അഴിമതി വിരുദ്ധ പ്രതിച്ഛായ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ വലിയ ചർച്ചയായി ദേശീയ രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന ഒന്ന് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതിൽ ആരോപണം നേരിടുന്നത് BJP ആണ്. കാരണം പല കമ്പനികളും, 1 രൂപ പോലും ലാഭം കാണിക്കാത്ത കമ്പനികൾ പോലും കോടിക്കണക്കിന് രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി BJPക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നു. അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നിന്ന് വഴിമാറിപ്പോയോ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയം? അഭിലാഷ, പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ തന്ത്രമാണ്, അല്ലെങ്കിൽ സർക്കാർ നിൽക്കുന്ന ആരോപണം വരുന്നു. ആ ഘട്ടത്തിൽ അതിനേക്കാൾ ചർച്ചയാകാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു സർക്കാരും എടുക്കാത്ത ചില അസാധാരണ നീക്കങ്ങൾ നടത്തുക. അത് രാഷ്ട്രീയത്തിലെ ഒരു പൊതുതന്ത്രമാണ്. നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. BJP ഇത്രകാലം ഉയർത്തുന്നത്, ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളെല്ലാം അഴിമതി കേസുകൾപ്പെട്ടവരാണ്. അവർക്കെതിരെ എല്ലാം അഴിമതി കേസുകളുണ്ട്. അഴിമതിക്കാരുടെ ഒരു കൂട്ടുമുന്നണിയാണിത്, അല്ലാതെ രാജ്യത്തിന് വേണ്ടിയുള്ള മുന്നണിയല്ല. BJP അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഭരണമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിച്ഛായ BJPയും നരേന്ദ്രമോദിയും പ്രത്യേകിച്ച് രാജ്യത്തിന്റെ സേവകനാണ്